ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്യു വാലറ്റ്. നാളത്തെ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കുറേ തവണകളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള നമുക്ക് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ മോഡൽ ക്വസ്റ്റ്യൻസൊക്കെയാണ് കൂടുതലും മാറി മാറി ചോദിക്കാറുള്ളത്. സോ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാ പാഠവും ക്ലബ് ചെയ്ത് എല്ലാത്തിൻ്റെയും ഷോർട്ട് സമ്മറി ഞാൻ തൊട്ട് മുമ്പ് ഇട്ടിട്ടുണ്ട്. പല പാഠങ്ങളും അറിയില്ല, കുറച്ച് പോയിൻറ്റ്സ് എങ്കിലും നോക്കി പോകണം എന്നുള്ളവർക്ക് ആ വീഡിയോ കാണാം. അതേപോലെ എല്ലാത്തിൻ്റെയും ഫോർമാറ്റുകൾ, നിർബന്ധമായിട്ടും പഠിക്കേണ്ട പോയംസുകളുടെ അപ്രിസിയേഷൻസ്, 8 മാർക്കിന് ചോദിക്കുന്ന ആർട്ടിക്കിൾസ്, സ്പീച്ച്, ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ്, അതിൽ ജോയിൻ ചെയ്തോളൂ. അവിടെ ഈ ക്ലാസ്സുകളൊക്കെ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ നോക്കുകയാണ്. ഇതിൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഇൻട്രൊഡക്ടറി സ്പീച്ച് വന്നിട്ടുണ്ട്, അനൗൺസ്മെൻ്റ് ഉണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, കുറച്ച് പോയിൻറ്റ്സുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇമാജിൻ ദാറ്റ് യു വിറ്റ്നസ്ഡ് വാങ്കരി മാത്തൈ റിസീവിംഗ് ദ നൊബേൽ പീസ് പ്രൈസ് ആസ് എ ജേർണലിസ്റ്റ് ആൻഡ് ഗോട്ട് an opportunity to interview her. What questions would you have asked her and what would be her replies? Write at least 3 questions and possible answers for it. ജസ്റ്റ് നോക്കുക, അല്ലാതെ ജസ്റ്റ് കേട്ടിരിക്കുക. ആദ്യം ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന ചോദ്യമാണ്. വാങ്കരി മാത്തൈ എന്ന് പറയുന്നത് വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ നൊബേൽ പ്രൈസ് കിട്ടിയിട്ട് വാങ്കരി മാത്തയുടെ ഒരു സ്പീച്ചാണ്, ഒരു കെനിയൻ എൻവയോൺമെൻറ്റലിസ്റ്റാണ് വാങ്കരി മാത്തൈ. സോ ഇൻ്റർവ്യൂവർ ചോദിക്കുകയാണ്, ഹലോ മാഡം, ഡിഡ് യു എവർ ഇൻ യുവർ ചൈൽഡ്ഹുഡ് think that one day you would be known all over the world for the leading a great movement? ഒരുപാട് മൂവ്മെൻറ്റുകൾ, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് മൂവ്മെൻറ്റുകൾക്ക് ലീഡർഷിപ്പ് കൊടുത്തൊരു ലേഡിയാണ് വാങ്കരി മാത്തൈ. സോ നിങ്ങൾ എപ്പോഴെങ്കിലും ചെറുപ്പത്തിൽ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ, ഇങ്ങനെ ആവണം, ഒരു ഗ്രേറ്റ് മൂവ്മെൻറ്റിൻ്റെ ഒക്കെ ഭാഗമാവുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്തായിരിക്കും ആൻസർ പറയുക? ഐ ബിലോങ് ടു വെരി ഓർഡിനറി ട്രൈബൽ ഫാമിലി ഇൻ കെനിയ. Their girls were not even sent to school at that time. So it was unimaginable that one day I may be a well-known person. വളരെ സാധാരണ ഒരു കുടുംബമാണ്, ഒരിക്കലും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. ദെൻ ഇൻ്റർവ്യൂവർ ചോദിക്കുന്നു, ഹൗ ഡിഡ് യു ഓവർകം ദീസ് ബാരിയേഴ്സ്? ഇത്രയും തടസ്സങ്ങൾ ഉണ്ടായിട്ട് എങ്ങനെ ഓവർകം ചെയ്തു? മൈ ഡിറ്റർമിനേഷൻ ടു സ്റ്റഡി വാസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. മൈ എൽഡർ ബ്രദർ സപ്പോർട്ടഡ് മീ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ദെൻ ഹൗ ഡിഡ് യു ഇംപ്രൂവ് ദ കണ്ടീഷൻ ഓഫ് പീപ്പിൾ ഓഫ് കെനിയ, എസ്പെഷ്യലി ദ വിമൻസ്? കെനിയയിലെ ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെ നിങ്ങൾ ചെയ്തു? ഐ റിയലൈസ് ദാറ്റ് പ്രൊട്ടക്ഷൻ ഓഫ് ദ എൻവയോൺമെൻറ്റ് is important for the better condition of my people. It was a rural woman who talked to me about the disaster they faced due to environmental destruction. So I ensured their participation in the Green Belt movement for tree planting Kenya. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ആദ്യം ഞാൻ നോക്കിയത്, കാരണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എൻവയോൺമെൻറ്റ് ഡിസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, സ്ത്രീകൾ എന്നോട് പറഞ്ഞു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഒരു 2-3 ക്വസ്റ്റ്യൻസ് നോക്കി വയ്ക്കുക, മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് എ ലെറ്റർ ടു ദ എഡിറ്റർ ഓഫ് എ ന്യൂസ് പേപ്പർ പോയിൻറ്റിംഗ് ഔട്ട് ദ സീരിയസ്നെസ് ഓഫ് ഗ്രോയിങ് ഡ്രഗ് അഡിക്ഷൻ എമംഗ് ദ സ്കൂൾ ചിൽഡ്രൻ ആൻഡ് ദ യൂത്ത്. ലെറ്റർ ടു ദ എഡിറ്ററാണ് ഡ്രഗ് അബ്യൂസിനെ കുറിച്ചിട്ട്. ഡ്രഗ് അബ്യൂസിനെ കുറിച്ച് എന്തായാലും ഒരു ആർട്ടിക്കിളോ സ്പീച്ചോ പഠിച്ചു വെക്കുക. ഞാൻ താഴെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കുക. അതിൻ്റെ ആൻസർ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അതിന് വേണ്ടി ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഫ്രം അഡ്രസ്സ് കൊടുക്കുക, ടു അഡ്രസ്സ് കൊടുക്കുക, ദ എഡിറ്റർ, ഇന്ത്യൻ എക്സ്പ്രസ്, സ്ഥലം കൊടുക്കുക, സെർന്ന് കൊടുക്കുക, സബ്ജക്റ്റ് കൊടുക്കുക. എന്നിട്ട് വേണം തുടങ്ങാനായിട്ട്. ഫോർമാറ്റ് കീപ്പ് ചെയ്യണം. ഇംഗ്ലീഷിൽ ഫോർമാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഫോർമാറ്റും ഒരുമിച്ചൊരൊറ്റ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അത് കാണാം കേട്ടോ. സബ്ജക്റ്റ് കൊടുത്തു, ഇൻക്രീസിങ് ഡ്രഗ് അഡിക്ഷൻ എമംഗ് ദ സ്കൂൾ ചിൽഡ്രൻ ആൻഡ് ദ യൂത്ത്. ഇതാണ് ടോപ്പിക്. ഡ്രഗ് അഡിക്ഷനെ കുറിച്ചിട്ട് എഡിറ്റർക്ക് അയക്കുന്ന ലെറ്ററാണ്. സോ യൂസ് ഓഫ് ഇൻടോക്സിക്കൻസ് ആൻഡ് ഡ്രഗ്സ് ഈസ് സോ കോമൺ ടുഡേ ദാറ്റ് ഹാസ് ബിക്കം എ വേൾഡ് വൈഡ് പ്രോബ്ലം. Drug addiction is increasing among the school children and the youth. Most of the students started taking drugs as a matter of fashion. But once they started, they cannot stop their use. Starting introduction കൊടുക്കുക. വേൾഡ് വൈഡ് പ്രോബ്ലം ആണ്. ഡ്രഗ് അഡിക്ഷൻ വലിയൊരു വിഷയമായിട്ട് മാറുന്നുണ്ട് എമംഗ് ദ യൂത്ത് എന്നൊക്കെ പറയാം. ബട്ട് വൺസ് ദേ സ്റ്റാർട്ടഡ് ദേ കനോട്ട് സ്റ്റോപ്പ് ദെയർ യൂസ്. അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഷോക്കിംഗ് ടു നോ ദാറ്റ് ബിഗ് റാക്കറ്റ്സ് ഓഫ് സ്മഗ്ലേഴ്സ് ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് ഗോ അൺചെക്ഡ്. ഒരുപാട് റാക്കറ്റുകൾ ഇതിന് പിന്നിലുണ്ട്. ആസ് എ കോൺസിക്വൻസ് സ്കൂൾ ചിൽഡ്രൻ ഹാവ് ഈസി ആക്സസ് ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ്.
അപ്പോൾ ഇവരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് കിട്ടുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദോസ് ഹു സ്റ്റാർട്ട് ടേക്കിംഗ് ഡ്രഗ്സ് ആർ സോഷ്യലി മാൽ അഡ്ജസ്റ്റഡ് പീപ്പിൾ. ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒറ്റപ്പെടുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത്. എഫേർട്സ് മസ്റ്റ് കണ്ടിന്യൂ ടു ഡ്രൈവ് ഔട്ട് ദിസ് ഈവിൾ ഫ്രം ദ കൺട്രി. ഈ ഒരു തിന്മയെ നമ്മൾ സമൂഹത്തിൽ നിന്ന് നമ്മൾ മാറ്റണം. ദ ഗവൺമെൻറ് ഷുഡ് മേക്ക് യൂസ് ഓഫ് ഓൾ ഇറ്റ്സ് അഡ്വർടൈസിംഗ് മീഡിയ ടു ഗിവ് അവെയർനെസ് ആൻഡ് കോഷ്യസ് സ്റ്റുഡൻസ് റിഗാർഡിങ് ഹസാർഡ്സ് ഓഫ് യൂസിങ് ഇറ്റ്. അപ്പോൾ ഗവൺമെൻറ് സ്റ്റെപ്സ് എടുക്കണം, എല്ലാ മീഡിയാസും ഒരുമിച്ച് നിൽക്കണം, സ്റ്റുഡൻസിന് അവെയർനെസ് കൊടുക്കണം, ഇതിൻ്റെ ഹസാർഡ്സ് അപകടങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കണം. സ്മഗ്ലേഴ്സ് ആൻഡ് ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് മസ്റ്റ് ബി ഡെൽറ്റ് സ്റ്റേൺലി ആൻഡ് പുട്ട് ബിഹൈൻഡ് ദ ബാർ. ഈ സ്മഗ്ലേഴ്സിനെയും ഈ റാക്കറ്റ്സിൻ്റെ ആൾക്കാരൊക്കെ നമ്മൾ അഴിക്കുള്ളിലാക്കണം. പുട്ട് ബിഹൈൻഡ് ദ ബാർ എന്ന് പറഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യണം. ഗൈഡൻസ് സെൽ ഷുഡ് ബി ഓപ്പൺ ഇൻ ഓൾ സ്കൂൾസ് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ഗൈഡൻസ് ടു ദ ഫ്രസ്ട്രേറ്റഡ്. ഒരുപാട് വിഷമിക്കുന്ന ഡിപ്രഷനിലുള്ള ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ അവർക്കൊരു ഗൈഡൻസ് കൊടുക്കണം. പ്ലീസ് ഗീവ് വൈഡ് പബ്ലിസിറ്റി ടു ദീസ് വ്യൂസ് ഓഫ് മൈൻ ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് യൂത്ത് ഓഫ് ദ കൺട്രി. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പ്രസിഡന്റ് ഒബാമ കോംപ്ലിമെൻറ്റഡ് ഇർഫാൻ അലാം, യു ആർ ഡൂയിങ് എ ടഫർ ജോബ് ദാൻ മീ. ഡു യു അഗ്രി വിത്ത് ഹിം? സബ്സ്റ്റാൻഷിയേറ്റ്. ഈ പാഠം ഇർഫാൻ അലാമിൻ്റെ ചാപ്റ്ററാണ് 3 വീൽഡ് റെവല്യൂഷൻ. അതിൽ ഇർഫാൻ അലാമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ് ആ ചാപ്റ്റർ നിങ്ങൾക്ക്. അപ്പം അതിൽ പ്രസിഡന്റ് ഒബാമ പറയുന്നതാണ്, നിങ്ങൾ എന്നേക്കാൾ വലിയ ജോബാണ് ചെയ്യുന്നത്. ഇർഫാൻ അലാമിനോട് പ്രസിഡന്റ് ഒബാമ പറയാണ്, സോ റൈറ്റ് എൻ ആർട്ടിക്കിൾ അനലൈസിങ് സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് ഇൻ കൺട്രീസ് ലൈക്ക് ഇന്ത്യ. സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ചിട്ടാണ് ചോദ്യം. സോ ആർട്ടിക്കിൾ ആകുമ്പോൾ ഹെഡിങ് വേണം. നിങ്ങൾ നിർബന്ധമായിട്ട് ഫോർമാറ്റിൻ്റെ ക്ലാസ് കാണുക. താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്, ഫോർമാറ്റ് കീപ്പ് ചെയ്യണം കേട്ടോ. സോ ആദ്യം നിങ്ങൾ ഇർഫാൻ അലാമിനോട് പറഞ്ഞ ഈ ഒരു കോംപ്ലിമെൻറ്റ് പ്രസിഡന്റ് ഒബാമ പറഞ്ഞത് ശരിയാണോ എന്ന് നമുക്ക് ആദ്യം പറയാം. എന്നിട്ട് പിന്നെ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ച് പറയാം. സോ ഐ ഡു അഗ്രി വിത്ത് ഇറ്റ്. ഇർഫാൻ അലാം ഈസ് ഡൂയിങ് എ ചാലഞ്ചിങ് ടാസ്ക്. ഹീ ഈസ് എ ലീഡർ വിത്ത് വിഷൻ ആൻഡ് പാഷൻ. അദ്ദേഹത്തെക്കുറിച്ച് പിന്നെ പറയാം. ഹി ഹാസ് ബീൻ ഡൂയിങ് എ ലോട്ട് ടു ഓർഗനൈസ് റിക്ഷ പുള്ളേഴ്സ് ഇൻ ഇന്ത്യ. ഹിസ് ബോൾഡ് ആൻഡ് യുണീക്ക് ഇൻ്റർവെൻഷൻ മെയ്ഡ് എ ഡിഫറൻസ്. ഹി ഫൗണ്ടഡ് സമാൻ ഫൗണ്ടേഷൻ 2007. അദ്ദേഹം വളരെ യുണീക്കായിട്ടുള്ള, ആരും കണ്ടുപിടിക്കാത്ത കണ്ടുപിടുത്തങ്ങളാണ്, ബിസിനസ് ഐഡിയാസാണ് അദ്ദേഹത്തിനുള്ളത്. ആസ് ഇറ്റ്സ് നെയിം സജസ്റ്റ്, ദ ഓർഗനൈസേഷൻ ഗേവ് ഡിഗ്നിറ്റി ടു ദ റിക്ഷ പുള്ളേഴ്സ്. റിക്ഷ പുള്ളേഴ്സിനൊരു സ്വയം അഭിമാനത്തോടു കൂടി ജീവിക്കാൻ സാധിച്ചു ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ കാരണം. അവർക്ക് വരുമാനം കൂടി. സമാൻ ഇംപ്ലിമെൻറ്റഡ് ഇന്നോവേഷൻസ് ടു ഇൻക്രീസ് ദ ഇൻകം ഓഫ് റിക്ഷ പുള്ളേഴ്സ്. സമാൻ റിക്ഷാസ് ആർ റീഡിസൈൻഡ് to get more space for displaying advertisement. They got revenue from the advertisement. The rickshaw pullers also get additional revenue by selling products like water, juice, biscuits, mobile cards and newspapers to the passengers. They have a sense of belonging and empowerment. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ റിക്ഷാ പുള്ളേഴ്സിന് വേണ്ടി ഇദ്ദേഹം ചെയ്തു. ഡിഗ്നിറ്റി കൊടുത്തു. അതേപോലെ തന്നെ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആണ് സമാൻ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ. അതേപോലെ തന്നെ ഇൻകം ഇൻക്രീസ് ചെയ്തു. അവർക്ക് അഡീഷണൽ റവന്യൂ കിട്ടി. അവർ ഇതൊന്നും കൂടാതെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് ഡിസ്പ്ലേ ചെയ്തു. സോ കുറച്ചുകൂടി മോർ റവന്യൂ അവർക്ക് കിട്ടി. അവരുടെ റിക്ഷാസൊക്കെ റീഡിസൈൻ ചെയ്തു. അങ്ങനെ അവർക്കൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ്, അവർക്കൊരു എംപവർമെൻറ്റ്, അവർക്കൊരു സ്വന്തം ഒരു ശക്തി അല്ലെങ്കിൽ എൻ്റേതാണെന്നുള്ളൊരു ചിന്ത അവർക്ക് വന്നു. സോ ഇതുകൊണ്ടൊക്കെ തന്നെ ഇർഫാൻ അലാം ഡിസേർവ് ദ കോംപ്ലിമെൻറ്റ് ഓഫ് ഒബാമ. ഓട്ടോറിക്ഷ പുള്ളേഴ്സ് എന്ന് പറഞ്ഞാൽ മാർജിനലൈസ്ഡ് പീപ്പിളാണ്, സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട വളരെ താഴെയുള്ള ജനങ്ങളാണ്. അപ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുവരിക, അവരെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക, അവർക്ക് സെൻസ് ഓഫ് ബിലോങ്ങിങ് കൊടുക്കുക, എംപവർ ചെയ്യുക, അവർക്ക് ഡിഗ്നിറ്റി കൊടുക്കുക എന്നൊക്കെ ഇദ്ദേഹം ചെയ്തു. സോ ഇത് ശരിയാണ്, പ്രസിഡന്റ് ഒബാമ പറഞ്ഞത് ശരിയാണ്. സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പാണിത്. അതായത് പ്രോഫിറ്റ് മാത്രമല്ല നമ്മുടെ ഇർഫാൻ അലാം ലക്ഷ്യം വെച്ചത്, സൊസൈറ്റിക്ക് നല്ലത് വരുന്ന സോഷ്യൽ സർവീസ് കൂടിയാണ്. സോ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് ഈസ് ദ നീഡ് ഓഫ് ദ അവർ. ഇറ്റ് കമ്പൈൻസ് ബിസിനസ് ആൻഡ് സോഷ്യൽ സർവീസ് ടു ഹെൽപ്പ് സർട്ടൻ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിനെ കുറച്ച് താഴേക്കിടയിലുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള മൈൻഡോട് കൂടി വന്ന് അവരെ പ്രൊമോട്ട് ചെയ്ത് അവർക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ് സോഷ്യൽ ഓൺട്രപ്രണേഴ്സ്. It targets the bottom pyramid of the society. Thus, it ensures social uplift and addresses the problem of the poverty. Often, it involves novelty. It also tackles the issue of unemployment.
ഇതിലെ ബിസിനസ്സും ഉണ്ട്, ഒപ്പം സോഷ്യൽ സർവീസും ഉണ്ട്. ഏറ്റവും താഴെയുള്ള ബോട്ടം പിരമിഡിനെയാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത്. അവരെ അപ്ലിഫ്റ്റ് ചെയ്യുക, അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, അവരുടെ അൺഎംപ്ലോയ്മെൻറ്റ്, ജോലി ഇല്ലാത്ത അവസ്ഥ മാറ്റുക, ഇതൊക്കെ ഇതിൽ കൂടെ ചെയ്തു. ഓൾ ടുഗെദർ അപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ ഉയർന്നു വന്നപ്പോൾ ഇറ്റ് ബൂസ്റ്റ് ദ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് എ നേഷൻ. എ സോഷ്യൽ ഓൺട്രപ്രീനർ ഇർഫാൻ അലാം സെഡ് ഐഡൻറ്റിഫൈസ് എൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് പുട്ട് ഇൻ കോൺഷ്യസ് എഫേർട്ട്. സോ സോഷ്യൽ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഐഡൻറ്റിഫൈ എൻ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ മനസ്സിലാക്കി, പുട്ട് എഫേർട്ട് ഇട്ട് മേക്ക് ഇറ്റ് എൻ എൻ്റർപ്രൈസ്, അതൊരു എൻ്റർപ്രൈസ് ആക്കി മാറ്റുന്നവരാണ് സോഷ്യൽ ഓൺട്രപ്രണേഴ്സ്. ഹി ഡ്രീംസ് ബിഗ് ആൻഡ് ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് ടു അച്ചീവ് ഹിസ് ഡ്രീം. ദ സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് ഈസ് ഇൻക്രീസിങ് ഇൻ കൺട്രീസ് ലൈക്ക് ഇന്ത്യ. ഇന്നത്തെ കാലത്ത് ഇവിടെ നമുക്ക് സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പാണ് വേണ്ടത്. ബിക്കോസ് ഇറ്റ് ബ്ലെൻഡ് ബിസിനസ്, സോഷ്യൽ സർവീസ്, ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻ ടു ബ്രിങ് പോസിറ്റീവ് ചേഞ്ച്, എല്ലാം അതിലുണ്ട്. സൊസൈറ്റിയിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് വരും, വരുമാനം വർദ്ധിക്കും, അതിൽ ക്രിയേറ്റിവിറ്റി ഉണ്ട്, സോഷ്യൽ സർവീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓഫ് കോഴ്സ് സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് റീസെറ്റ് ദ ഇക്വേഷൻ ഓഫ് സോഷ്യൽ സെറ്റപ്പ് ഇൻ കൺട്രീസ് ലൈക്ക് ഇന്ത്യ. നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ കംപ്ലീറ്റ് സെറ്റപ്പ് മാറും. സോ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ്. സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ച് ചോദിച്ചാൽ ഇർഫാൻ അലാം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുക കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്: യു ആസ് എ TV ജേർണലിസ്റ്റ് are designed to report the climax of the story Amigo Brothers. Prepare a live report describing how Tompkins Square Park changed its mood from fear to cheer when the Amigo Brothers embraced each other and left the ring arm in arm. നിങ്ങൾ TV ജേർണലിസ്റ്റാണ്, നിങ്ങൾ ക്ലൈമാക്സ് കണ്ടു, അമീഗോ ബ്രദേഴ്സിൻ്റെ ഫൈറ്റ് കണ്ടു. അപ്പം നിങ്ങളോട് എന്ത് എഴുതാൻ പറഞ്ഞേക്കാണ്, അതിനെക്കുറിച്ച് ഏതോ ലൈവ് TV റിപ്പോർട്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാം, ചിലപ്പോൾ അനൗൺസ്മെൻ്റ് ആവാം, ലാസ്റ്റ് നടക്കുന്ന ക്ലൈമാക്സ് അനൗൺസ് ചെയ്യൂ, അല്ലെങ്കിൽ അതിൻ്റെ ലൈവ് TV റിപ്പോർട്ട്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ ലാസ്റ്റ് നടന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ. ലൈവ് TV റിപ്പോർട്ട് ഫോർമാറ്റാണ് ഇപ്പോൾ നടക്കുന്ന രീതിയിൽ എഴുതണം. സോ ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ദിസ് ഈസ് പേര് എന്തെങ്കിലും കൊടുക്കുക. റിപ്പോർട്ടിംഗ് ലൈവ് ഫ്രം ഹാർട്ട് ഓഫ് ടോംകിൻസ് സ്ക്വയർ പാർക്ക് വെർ ആൻ എക്സ്ട്രാ ഓർഡിനറി ഇവൻറ്റ് ജസ്റ്റ് അൺഫോൾഡഡ്. നമ്മൾ അസാധാരണമായ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈലി ആൻറ്റിസിപ്പേറ്റഡ് ബോക്സിംഗ് മാച്ച് ബിറ്റ്വീൻ അമീഗോ ബ്രദേഴ്സ് ആൻറ്റോണിയോ ആൻഡ് ഫെലിക്സ് ഈസ് ഇൻ ഇറ്റ്സ് ക്ലൈമാക്സ്. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ക്ലൈമാക്സ് ആണ്. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ആൻറ്റോണിയോ ആൻഡ് ഫെലിക്സ് ആർ ഫൈറ്റിംഗ് ലൈക്ക് 2 ഫെറോഷ്യസ് ബുൾ. വളരെ ക്രൂരമായിട്ടുള്ള 2 ബുൾസിനെ പോലെ ഫൈറ്റ് ചെയ്യാണ്. ആൻറ്റോണിയോ ഇസ് പഞ്ചിങ് ഹാർഡ് വിത്ത് ഹിസ് ലെഫ്റ്റ് ഹാൻഡ്. ഫെലിക്സ് ഇസ് ഡക്കിങ് അവോയ്ഡിങ് ദ പഞ്ച്. നടക്കുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ ഒന്ന് എഴുതണം. ആൻറ്റോണിയോ പഞ്ച് ചെയ്യുന്നു, ഫെലിക്സ് അത് അവോയ്ഡ് ചെയ്യുന്നു. ആൻറ്റോണിയോ ഇസ് പഞ്ചിങ് വിത്ത് ഹിസ് റൈറ്റ് ഹാൻഡ്. ഇറ്റ് ക്യാച്ചസ് ജോ ഓഫ് ഫെലിക്സ്. അത് ഫെലിക്സിൻ്റെ ജോയിൽ, താടിയിൽ പോയിട്ടിരിക്കുന്നു. ഫെലിക്സ് ഇസ് ഫ്ലിഞ്ചിങ് വിത്ത് പെയിൻ. അദ്ദേഹം വേദന കൊണ്ട് പുളയുകയാണ്. ഫെലിക്സ് ത്രോ ഓൾ ഹിസ് വെയ്റ്റ് ബിഹൈൻഡ് ഹിസ് റൈറ്റ് ഹാൻഡ് ആൻഡ് ഈസ് ഹിറ്റിംഗ് ആൻറ്റോണിയോ ഹാർഡ് ഓൺ ഹിസ് ലെഫ്റ്റ് ഇയർ. ഫെലിക്സ് ഫുള്ള് ഭാരം എടുത്ത് കൈകൊണ്ട് ലെഫ്റ്റ് ഇയറിൽ അടിക്കുന്നു. ആൻറ്റോണിയോ ഇസ് ട്രൈയിങ് ടു ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ബട്ട് ഈസ് ഇൻ സക്സസ്ഫുൾ. ദ പഞ്ച് മിസ്സസ് ഇറ്റ്സ് എയിം. ഇറ്റ് ഹിറ്റ്സ് ദ നോസ് ഓഫ് ആൻറ്റോണിയോ. അത് ആൻറ്റോണിയോയുടെ മൂക്കിൽ പോയിരിക്കുന്നു. ലുക്ക് ഹിസ് നോസ് ഇസ് ബ്ലീഡിങ് ആൻഡ് ദ ബ്ലഡ് ഈസ് കമ്മിങ് ടു ദ മൗത്ത്. അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതുക. അടിക്കുന്നതും പഞ്ച് ചെയ്യുന്നതും വെയിറ്റ് കൊണ്ടുപോയി ഇടിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചെങ്കിലൊക്കെ ഒന്ന് എഴുതണം. ലുക്ക് ഹിസ് നോസ് ഇസ് ബ്ലീഡിങ്. അതൊക്കെ പറഞ്ഞു. ഓ മൈ ഗോഡ്, നൗ ദേ ആർ ലോക്ക്ഡ് ഇൻ ഈച്ച് അതർ. 2 പേരും ലോക്കായി നിൽക്കുകയാണ്. ദ റെഫറി സെപ്പറേറ്റിംഗ് ദം. ആൻറ്റോണിയോ ഫ്ലൈസ് സാവിഗ്ലി ടു ഹിറ്റ് ഫെലിക്സ് ഓൺ ഹിസ് റൈറ്റ് ഇയർ. അത് കുറച്ചൊക്കെ എഴുതുക. ദ ഫൈനൽ വിസിൽ ഈസ് സൗണ്ടിങ്. അങ്ങനെ ലാസ്റ്റ് വിസിൽ ഇതാ അടിച്ചു. ബട്ട് ഓ വാട്ട് ഐ ആം സീയിങ്, ദ ഫൈറ്റ് ഈസ് ഗോയിങ് ഓൺ. ബെല്ലടിച്ചു, പക്ഷെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈ ഡോണ്ട് ദേ സ്റ്റോപ്പ്? അവരെന്തുകൊണ്ടാണ് അവസാനിപ്പിക്കാത്തത്? ദ വിസിൽ ഈസ് സൗണ്ടിങ് അഗെയിൻ. ബോയ്സ് സ്റ്റോപ്പ്. ഓ മൈ ഗോഡ്. അങ്ങനെ നടക്കുന്ന രീതിയിൽ പറയണം. ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ഹാപ്പനിങ്? The referee is trying to separate them. The trainers comes running. They too are trying to separate them. They are separated now. എല്ലാവരും റെഫറിയും ട്രെയിനേഴ്സൊക്കെ വന്നത് സെപ്പറേറ്റ് ചെയ്യാണ്.
ഇനി നമ്മൾ വീണ്ടും ഷോക്കാവുക. ആം ഐ സീയിങ് റൈറ്റ്? ഇപ്പം ഞാൻ കാണുന്നത് സത്യമാണോ? ഐ സീ ദ ബോയ്സ് ഇൻ എ ഡീപ്പ് എംബ്രേസ്. ഇപ്പം ഇതാ ബോയ്സ് പരസ്പരം കെട്ടിപ്പിടിക്കുന്നു. എന്തൊക്കെയാണ് ഈ കാണുന്നത്? ദേ ആർ സ്മൈലിംഗ് അറ്റ് ഈച്ച് അതർ ആസ് ഇഫ് നത്തിങ് ഹാപ്പൻ. ഒന്നും നടക്കാത്ത രീതിയിൽ അവരിതാ കെട്ടിപ്പിടിക്കുകയാണ്. ഫെലിക്സ് ടേക്സ് ആൻറ്റോണിയോ ഹാൻഡ് ആൻഡ് ദേ ആർ വാക്കിംഗ്. അവർ നടന്നു പോകുന്നു. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ടുഡേയ്സ് വിന്നർ ഈസ്. ഹേ, വേർ ആർ ദേ? ഇന്നത്തെ വിന്നർ ആരാണ്? പക്ഷെ പറയാൻ കേൾക്കാൻ അവരില്ല. ബോത്ത് ആർ വിന്നേഴ്സ്. രണ്ടും വിന്നേഴ്സാണ്. നന്നായി വായിക്കുക. ഇത് വെച്ചിട്ട് അങ്ങോട്ട് എഴുതുക കേട്ടോ. അടുത്തൊരു ചോദ്യം ഇതാണ്. ദ സ്റ്റോറി ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ഡീൽസ് വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ടീച്ചർ ആൻഡ് എ സ്മോൾ ബോയ്. വാട്ട് ഇംപ്രഷൻ ഡു യു ഗെറ്റ് അബൌട്ട് ദ ടീച്ചർ? ലാസ്റ്റ് പാഠം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആർ കെ നാരായണൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പാഠം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒരു വലിയൊരു റിച്ച് ആയിട്ടുള്ള ഫാമിലിയിൽ ഒരു കുട്ടീനെ നോക്കാൻ വരുന്ന പാവപ്പെട്ടൊരു ടീച്ചർ, ആ ടീച്ചർ കഷ്ടപ്പെടുന്ന സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ആ പാഠത്തിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് നോക്കുക. ഇത് വെച്ചിട്ട് അങ്ങോട്ട് എഴുതാം എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ. ഇതിപ്പോൾ ആ പാഠത്തിൽ ടീച്ചറിനെ കുറിച്ചാണ് ചോദ്യം. അപ്പോൾ ഇത് നോക്കിയാൽ ഇതിന് എന്തെങ്കിലുമൊക്കെ വന്നാൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എഴുതാം. സോ ദ ടീച്ചർ ഇൻ ദ സ്റ്റോറി ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ബൈ ആർ കെ നാരായൺ ഇസ് എ ഹാർഡ് വർക്കിംഗ് മാൻ. ഇതിലെ ടീച്ചർ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. ഹി ടീച്ചേഴ്സ് 6 hours ഇൻ ദ സ്കൂൾ ആൻഡ് ദെൻ ഹി കംസ് ടു ടീച്ച് ദ സ്മോൾ ബോയ് ഇൻ ദ നഴ്സറി ഫോർ ജസ്റ്റ് 30 rupees എ മന്ത്. He has to work for 3 hours in the nursery teaching a gorilla of child. 6 മണിക്കൂർ സ്കൂളിൽ, അത് കഴിഞ്ഞ് വന്ന് 30 രൂപ ഒരു മാസത്തിനാണ് ഒരു നഴ്സറിയിൽ വർക്ക് ചെയ്യുന്നത്. ദിസ് ഷോസ് ദ ടീച്ചർ ഇസ് വെരി പുവർ. അത്രയും കഷ്ടപ്പാടുള്ളൊരു ടീച്ചറാണെന്ന് മനസ്സിലാക്കാം. അതർവൈസ് ഹി വുഡ് നോട്ട് കം ടു ടീച്ച് സച്ച് എ മിസ്ചീവിയസ് ചൈൽഡ് ആഫ്റ്റർ ഹിസ് നോർമൽ സ്കൂൾ അവേഴ്സ്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും സ്കൂളിൽ ഹാർഡ് വർക്കൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു മിസ്ചീവസ് എന്ന് പറഞ്ഞാൽ അത്രയും കുറുമ്പും വികൃതിയൊക്കെ ഉള്ളൊരു കുട്ടീനെ പഠിപ്പിക്കാൻ വരികയാണ്. പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. ദ ടീച്ചർ സഫേർഡ് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് ദ പാരൻസ് ഓൾസോ. ഈ കുട്ടിയുടെ പാരൻസും ടീച്ചറൊപ്പമല്ല, കുട്ടിയുടെ ഒപ്പമാണ്. ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് ഈ ടീച്ചർ, ഈ കുട്ടിയും പാരൻസും കാരണം. എവറി ഡേ ഹി ഹാഡ് ടു ലിസൺ ടു ദ ലെക്ചേഴ്സ് ഓഫ് ദ പാരൻസ് ഓൺ ചൈൽഡ് സൈക്കോളജി ഫോർ എ half an hour. The father had written a thesis on infant psychology for his MA. The mother had studied good deal of it for her BA. So both lectured to him on the same line. എല്ലാ ദിവസവും ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും പറയുന്ന സൈക്കോളജി അവരെ ഉപദേശമൊക്കെ കേട്ട് നിൽക്കണം. കാരണം അവർ രണ്ടുപേരും BA MA ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ ലെക്ചർ കേൾക്കണം. ഇറ്റ് സീംസ് ദാറ്റ് പാരൻസ് ഓഫ് ദ ബോയ് തോട്ട് ഹി വാസ് മെയ്ഡ് ഓഫ് തിൻ ഗ്ലാസസ്. They pampered him a lot and they wanted the teacher also to be very kind to the boy and not to annoy him in any way. അപ്പോൾ ഈ പാരൻസ് വിചാരിച്ചിട്ടുള്ളത് ഇവരെ കുട്ടി എന്തോ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ കുട്ടിയാണ്, അത്രയും പാമ്പർ ചെയ്യുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്. ദ ടീച്ചർ ഫൗണ്ട് ഇറ്റ് ഹാർഡ് ടു മാനേജ് ദ ബോയ്. ദ ബോയ് ഹാഡ് ലോട്ട് ഓഫ് ലവ് ആൻഡ് മണി. ഹിസ് പാരൻസ് ബിൽഡ് ദ നഴ്സറി ഫോർ ഹിം. ദ ബോട്ട് ഹിം എക്സ്പെൻസീവ് ടോയ്സ്. ദ ഈവൻ ഗേവ് ഹിം എ സ്മോൾ പെഡൽ മോട്ടർ to move about in the garden. His cupboard was filled with chocolates and biscuits which he could eat whenever he wanted. അത്രയും റിച്ച് ആയിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. നഴ്സറി, ഇവനക്ക് വേണ്ടൊരു നഴ്സറി, അതിലൊരുപാട് ടോയ്സ്, മോട്ടോർ സൈക്കിൾ ഉണ്ട്, ചോക്ലേറ്റ്സും ബിസ്ക്കറ്റ്സും ഒക്കെയാണ് ഈ കുട്ടിക്കുള്ളത്. ഹി വാസ് ഹൈലി പാമ്പേർഡ്, സ്പോയിൽഡ് ചൈൽഡ്. അതാണ് ആ കുട്ടീനെ നശിപ്പിച്ചത്. ദ ടീച്ചർ കുഡ് ലൂസ് ഹിസ് ടെമ്പർ വെൻ ടെംപ്റ്റഡ് ടു മച്ച്. അവസാനം ഈ ടീച്ചർക്ക് അടക്കം ടെമ്പർ പോകുന്നുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ട്. ഹി സ്ലാപ്ഡ് ദ ബോയ് because the boy persisted in making the same mistake in spite of the correction so many times. അതായത് ഒരുപാട് തവണ പറഞ്ഞു കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷെ ആ കുട്ടി സെയിം മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാണ്. അവസാനം ടീച്ചർക്ക് ദേഷ്യം വന്ന് അടിച്ചു. ഹി സ്ലാപ്പ് ദ ബോയ്. ദ ഹാർഡ് സ്ലാപ്പിംഗ് മെയ്ഡ് എ റെഡ് മാർക്ക് ഓൺ ദ ചീക്ക് ഓഫ് ദ ബോയ്. അങ്ങനെ ടീച്ചർക്ക് ഹി ലൂസ് ഹിസ് ടെമ്പർ നഷ്ടപ്പെട്ട് അടിച്ചു. അത് അവൻ്റെ മുഖത്തൊരു റെഡ് മാർക്കാക്കി. ദ ബോയ് യൂസ് ദാറ്റ് മാർക്ക് ടു ബ്ലാക്ക് മെയിൽ ദ ടീച്ചർ. അതോടെ ഈ കുട്ടിക്ക് കുറച്ചും കൂടി അഹങ്കാരം കൂടി. അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി. ഞാനിത് പാരൻസിനോട് പറയും എന്നൊക്കെ പറഞ്ഞിട്ട്. ദ ടീച്ചർ ഹാഡ് ടു പ്ലേ വിത്ത് ദ ബോയ് ആക്ടിങ് ആസ് എ സ്റ്റേഷൻ മാസ്റ്റർ. പിന്നെ ഈ കുട്ടി പറയുന്നതൊക്കെ ടീച്ചർ ചെയ്യാൻ തുടങ്ങി. കാരണം ടീച്ചർക്ക് പേടി, ഈ കുട്ടി എങ്ങാനും ഇത് പോയിട്ട് പാരൻസിനോട് പറയും ഞാനാണെങ്കിൽ അടിച്ചു പോയി. സോ ഈ ടീച്ചർ ഈ കുട്ടി പറയുന്നതൊക്കെ ചെയ്യാൻ തുടങ്ങി. ദെൻ ദ ട്രെയിൻ സ്റ്റോപ്പ് റണ്ണിങ് ആൻഡ് ദ ബോയ് വാണ്ട് ഹിം ടു റിപ്പയർ. അവൻ പല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. സ്റ്റേഷൻ മാസ്റ്റർ ആവൂ, എൻ്റെ ട്രെയിൻ റിപ്പയർ ചെയ്യൂ. ദ ടീച്ചർ ഈസ് നോട്ട് അറ്റ് ഓൾ മെക്കാനിക്കൽ മൈൻഡഡ് ആൻഡ് ഹി കാൺ ഡു ദാറ്റ്.
ടീച്ചർക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നില്ല. ദെൻ ദ ബോയ് മേക്സ് ഹിം ടെൽ സ്റ്റോറി, കഥകൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഹി ടെൽസ് ദ സ്റ്റോറി ഓഫ് ടൈഗർ ആൻഡ് ബൈസൺ ആൻഡ് ദ സ്റ്റോറി ഓഫ് ആലിബാബ ആൻഡ് 40 Thieves, കുറേ കഥകളൊക്കെ പറഞ്ഞു. വെൻ ദ ടീച്ചർ refuses the boy run home, the teacher in hot pursuit, the teacher has good presence of mind. When the father asks why they are running about, the teacher says that they are just playing. അപ്പോൾ ഇവരിങ്ങനെ ഓടി പോകുന്നുണ്ട്. അപ്പോൾ പാരൻസ് വന്ന് ചോദിക്കുന്നുണ്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ടീച്ചർ എന്നാണ് പറയുന്നത് ഞങ്ങൾ കളിക്കുകയാണ്. ദ ടീച്ചർ ക്യാൻ ലൈ ഇഫ് ദർ ഇസ് എ നീഡ്, പുവർ ടീച്ചർ. അങ്ങനെ ടീച്ചർ അടക്കം പല കാര്യങ്ങളും ക്ഷമിച്ച് പാരൻസിൻ്റെ അടുത്ത് നുണയൊക്കെ പറഞ്ഞ് ജീവിച്ച് പോവാണ്. അപ്പോൾ ഹി ഹാസ് ടു സഫർ സോ മച്ച് ഫോർ ഗെറ്റിംഗ് എൻ എക്സ്ട്രാ എമൗണ്ട് ഓഫ് ₹30 per month. ഈ 30 റുപ്പീസിനാണ് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യണേ, സഫർ ചെയ്യണേ. ഐ തിങ്ക് ഹി റെപ്രസെൻറ്റ് മെനി ടീച്ചേഴ്സ് ഇൻ യുവർ സൊസൈറ്റി who do not get a decent salary and have to find other ways of making both end. ഇങ്ങനെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് സ്കൂളിൽ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞ് വേറെ ട്യൂഷൻ സെൻറ്ററുകളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അവരുടെ പുവർ സാലറി, അതൊക്കെയാണ് പ്രശ്നം. പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ അവസ്ഥ ഇങ്ങനെയാണ്. ജസ്റ്റ് ഒന്നിങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ പാഠത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വന്നാൽ അത് വെച്ചിട്ട് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലിറ്റററി ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഡിസൈഡഡ് ടു എനാക്ട് ദ പ്ലേ പോസ്റ്റോളി ഫോർ ക്രിസ്മസ് ഇൻ കണക്ഷൻ വിത്ത് സ്കൂൾ ആനിവേഴ്സറി. പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഫോർ അനൗൺസിങ് ദ പ്രോഗ്രാം. യു മേ ഇൻക്ലൂഡ് ദ ഗിവൺ ഡീറ്റെയിൽസ്. അതായത് നിങ്ങളെ സ്കൂളിൽ നിങ്ങളെ ലിറ്റററി ക്ലബ്ബ് പോസ്റ്റോളി ഫോർ ക്രിസ്മസ് എന്ന് പറഞ്ഞ നാടകം കളിക്കുന്നു. അതിനെക്കുറിച്ച് അനൗൺസ്മെൻ്റ് ആണ്. സോ തുടങ്ങാം. ഇൻ കണക്ഷൻ വിത്ത് സ്കൂൾ ആനിവേഴ്സറി, ദ ലിറ്റററി ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു enact the play പോസ്റ്റോളി ഫോർ ക്രിസ്മസ് ബൈ വെൽ നോൺ ബ്രിട്ടീഷ് ഡ്രാമറ്റിസ്റ്റ് R.H. Wood. ആരെ എഴുതിയിട്ടുള്ളതെന്ന് പറയണം. ദ പ്ലേ വിൽ ബി സ്റ്റേജ്ഡ് ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം 10 AM ഓൺ ഫ്രൈഡേ 24th of July. ഡേറ്റും ടൈമൊക്കെ കൊടുക്കുക. ഇറ്റ് ഇസ് വെരി അതിനെക്കുറിച്ച് കുറച്ചൊക്കെ ഒന്ന് പറയാം. ആ ഒരു പ്ലേനെ കുറിച്ച്, അതായത് പോസ്റ്റോളി ഫോർ ക്രിസ്മസ് എന്ന് പറഞ്ഞ പ്ലേ, ആ നാടകം എന്താണ് എങ്ങനെയാണെന്നൊക്കെ പറയണം. ഇറ്റ് ഈസ് വെരി ഹിലാരിയസ് പ്ലേ, വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു നാടകമാണ്. എ ക്രിസ്മസ് പാഴ്സൽ കണ്ടെയ്നിങ് എ ബ്യൂട്ടിഫുൾ സ്വിസ് ക്ലോക്ക് ഇസ് മിസ് അണ്ടർസ്റ്റുഡ് ടു ബി എ ടൈം ബോം. ഒരു ക്രിസ്മസ് പാഴ്സൽ ടൈം ബോംബാണ് തെറ്റിദ്ധരിക്കുകയാണ്. ഒരു ക്ലോക്കാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ശബ്ദം കേട്ടിട്ട് ടൈം ബോംബാണ് തെറ്റിദ്ധരിക്കുന്നു. അതാണ് നാടകത്തിലുള്ളത്. ഒരു പോസ്റ്റ് ഓഫീസ്, അവിടെയാണ് ഇതൊക്കെ നടക്കുന്നത്. പീപ്പിൾ ഗെറ്റ് പാനിക്കി ആൻഡ് റൺ ഫോർ കവർ ആസ് ദ ക്ലോക്ക് സ്റ്റോപ്പ് ടിക്കിംഗ്. ദ സ്റ്റോറി ടേക്ക് പ്ലേസ് ഇൻ എ വില്ലേജ് പോസ്റ്റ് ഓഫീസ് ഇൻ ഇംഗ്ലണ്ട്. You see different kinds of people coming to the post office, sometimes even mistaking it for something else. ഒരുപാട് ആൾക്കാർ അതിൽ കടന്നു വരുന്നുണ്ട്. ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു നാടകമാണ്. ഡയറക്ഷൻ ഓഫ് ദ പ്ലേസ് ബൈ ഡയറക്റ്റ് ചെയ്യുന്നത് മ്യൂസിക്കാരാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കം ആൻഡ് എൻജോയ് 2 hours ഓഫ് പ്യുവർ ഫൺ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി അടുത്തൊരു ചോദ്യം നോക്കുക. ഇത് നമ്മൾ മാച്ച് ബോക്സും ഹോറിഗലും 2 ചാപ്റ്ററിൽ വരുന്ന 2 ക്യാരക്ടേഴ്സാണ്, നോമിത ആൻഡ് രത്ന. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ആണ് ചോദ്യം. ഇവർ രണ്ടുപേരെയും ഒന്ന് കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച് എന്തായാലും പഠിക്കണം, രത്നയുടെയും. എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ സ്കെച്ചുകൾ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം, പഠിക്കണം. സോ രണ്ടും കൂടി മിക്സ് ചെയ്ത് എഴുതിയാലും മതി. നമുക്ക് എന്തായാലും ഒന്ന് ക്ലബ് ചെയ്തിട്ട് കുറച്ച് പോയിൻറ്റ്സ് ഒന്ന് നോക്കാം. ഫ്രോം ദ ടോക്ക് ഓഫ് നോമിത വൺ ക്യാൻ ഈസിലി ഗസ് ദാറ്റ് ഷീസ് ഹോട്ട് ടെമ്പേർഡ് വിമൻ. നോമിത ഹോട്ട് ടെമ്പേർഡ് ആണ്. ഷീസ് ചാലഞ്ചിങ് ഹെർ ഹസ്ബൻഡ്. എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചാലഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ സ്വയം ഷി പുട്ട്സ് എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ടു ഹെർ സാരി. അങ്ങനെ നോമ്പിത എന്ന് പറഞ്ഞാൽ നോട്ട് എ ഡിപ്പെൻഡബിൾ വുമൺ. ഷി ക്യാൻ ആക്ട് ക്വൈറ്റ് റാഷലി. ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് ഒരു എടുത്ത് ചാടി ചെയ്യുന്ന ക്യാരക്ടറാണ്. അതാണ് നമ്മൾ പറയുന്നത്. ഷി ക്യാൻ ആക്ട് ക്വൈറ്റ് റാഷലി ഇൻ അൺതിങ്കിങ് മാനർ. ഷീ ഈസ് ഹോട്ട് ടെമ്പേർഡ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. പക്ഷേ രത്ന ക്വൈറ്റ് ഡിഫറെൻ്റ് ആണ്. ഷീ ഈസ് മിഡിൽ ഏജ്ഡ് സീനിയർ ക്ലർക്ക് ആൻഡ് ഷീ ഈസ് ഓൾവേസ് സ്മൈലിംഗ്. എവറി ഡേ ആഫ്റ്റർ ലഞ്ച് ഷീ സിറ്റ്സ് വിത്ത് സം പേഴ്സൺ ആൻഡ് ലിസൺ ടു ഹെർ. ഷീ ഈസ് ലിസണിങ് ടു ദ പീപ്പിൾസ് പ്രോബ്ലം. അങ്ങനെ ഭയങ്കര ചിയർഫുൾ ആയിട്ട്, ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും കേൾക്കുന്ന ഒരു ലേഡിയാണെന്ന് പറയാം. അങ്ങനെ കമ്പയർ ചെയ്തിട്ടൊന്നും എഴുതാം. പിന്നെ നിങ്ങൾക്ക് മാച്ച് ബോക്സിൻ്റെ ഒരു റിവ്യൂ ചോദിക്കുന്നുണ്ട്, അത് അറിഞ്ഞിരിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കുറേ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുന്നേ ഉള്ളൂ. മാച്ച് ബോക്സിൻ്റെ ഒരു റിവ്യൂ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. നോമിത് എന്താണ് ചെയ്തത്, അങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ വൺ ആക്ട് പ്ലേ അവർ ഓഫ് ട്രൂത്ത് ടെൽ us ദ വാല്യൂസ് ഓഫ് ഓണസ്റ്റി. ഇതും ഒരു സ്റ്റേജ് പെർഫോമൻസ് ആണ്, അനൗൺസ്മെൻറ്റ് തന്നെയാണ്. അവർ ഓഫ് ട്രൂത്ത് നിങ്ങളെ സ്കൂളിൽ നടക്കാൻ പോകുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ചെറിയൊരു അനൗൺസ്മെൻ്റ് ആണ് കേട്ടോ.
അതുപോലെ ഷഹീൻ മിസ്ട്രി, ദീദി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഷഹീൻ മിസ്ട്രി എന്ന് പറയുന്നൊരു ആളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ അഗാൻഷ ഫൗണ്ടേഷനാണ് ഷഹീൻ മിസ്ട്രി സ്റ്റാർട്ട് ചെയ്തത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷഹീൻ മിസ്ട്രി ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് നോക്കി വയ്ക്കുക, നിങ്ങളെപ്പോഴാണ് ഇത് തുടങ്ങിയത്, എത്ര കാലമായി, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആണ്. ഇൻ്റർവ്യൂ വിത്ത് ഷഹീൻ മിസ്ട്രി നോക്കി വയ്ക്കുക, ഫുള്ളായിട്ട് വായിക്കുന്നില്ല. അപ്പോൾ കുറേ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് കണ്ടു, അനൗൺസ്മെൻറ്റ് കണ്ടു, ലൈവ് TV റിപ്പോർട്ട്സ് നമ്മൾ കണ്ടു, പിന്നെ റിവ്യൂസ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് ഗ്രൂപ്പിൽ നോക്കുക. താഴെയുള്ള കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ എല്ലാത്തിൻ്റെയും ഫോർമാറ്റ്സ് കിട്ടും. എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ സ്കെച്ചുകൾ നിങ്ങൾക്ക് കിട്ടും. ഇമ്പോർട്ടൻറ്റ് പോയംസുകളുടെ അപ്രിസിയേഷൻസ് നിങ്ങൾക്ക് ഷോർട്ടായിട്ട് പഠിക്കുന്നതൊക്കെ കിട്ടും. അങ്ങനെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ്, ഇപ്പോൾ ഡ്രഗിനെ കുറിച്ചൊരു എസ്സേ, വിമൻ എംപവർമെൻറ്റിനെ കുറിച്ചൊരു എസ്സേ, എൻവയോൺമെൻറ്റിനെ കുറിച്ചൊക്കെ ഒരു എസ്സേ ചോദിക്കാറുണ്ട്. അതൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണം. അതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. താഴെയുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.